ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഈസി ലേണിംഗ് വിത്ത് സുവിധ. വായിക്കാം, കണ്ടെത്താം. കുടകുമല കയറിപ്പോയ മന്ദപ്പൻ ഒറ്റപ്പെട്ടു പോയതെങ്ങനെ? ഉത്തരമാതൃക: അമ്പും വില്ലും അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞതിൽ പ്രതിഷേധിച്ച് വീട് വിട്ടിറങ്ങിയ മന്ദപ്പൻ കുടകുമല ലക്ഷ്യമാക്കി പോകുന്ന സുഹൃത്തുക്കളെ കണ്ടു. കൂട്ടുകാർ അവനെ തങ്ങളുടെ കൂടെ കൂട്ടാൻ തയ്യാറായില്ല. എങ്കിലും അവൻ്റെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം അവർ അവനെ ഒപ്പം കൂട്ടി. ആ യാത്രക്കിടെ പാതി വഴിയിൽ അവനെ മയക്കിക്കിടത്തി കൂട്ടുകാർ സ്ഥലം വിട്ടു. മയക്കം വിട്ടുണർന്ന മന്ദപ്പന് ചുറ്റും വിജനതയായിരുന്നു. താൻ തനിച്ചാണെന്ന് തിരിച്ചറിഞ്ഞ മന്ദപ്പൻ കാടും മലയും താണ്ടി ഒറ്റയ്ക്ക് യാത്ര തുടർന്നു. ചോദ്യം 2. അമ്മാവനെയും അമ്മായിയെയും സംബന്ധിച്ച് മന്ദപ്പനും അണ്ണുക്കനും രണ്ടല്ല. ഈ പ്രസ്താവനയെ സാധൂകരിക്കുന്ന എന്തെല്ലാം തെളിവുകൾ പാഠഭാഗത്തുണ്ട്? ഉത്തരമാതൃക: കുടകിലേക്കുള്ള യാത്രക്കിടയിൽ അമ്മാവന്റെ വീട്ടിലെത്തിയ മന്ദപ്പനെ അമ്മാവനും അമ്മായിയും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അവരവനെ സ്വന്തം മകനായി തന്നെ കരുതി. അമ്മാവൻ തന്റെ സ്വത്ത് മകനും അനന്തിരവനും തുല്യമായി പങ്കുവച്ചു. പണമില്ലെങ്കിൽ ആണിന് വിലയില്ലെന്ന് പറഞ്ഞ് അമ്മായി അവന് കച്ചവടം ചെയ്യാൻ പണം നൽകി. അവന്റെ മനം കവർന്ന വേളാർക്കോട് ചെമ്മരത്തിയുമായുള്ള വിവാഹവും നടത്തിക്കൊടുത്തു. ഒടുവിൽ ശത്രു സൈന്യത്തിന്റെ വാളിനിരയായി വീരമരണം പ്രാപിച്ച മന്ദപ്പന് കണ്ണീരും കയ്യുമായി ചിതയൊരുക്കി. ഇതിൽ നിന്നെല്ലാം അമ്മാവനും അമ്മായിയും മന്ദപ്പനെ സ്വന്തം മകനായാണ് കണ്ടിരുന്നത് എന്ന് മനസ്സിലാക്കാം. ചോദ്യം 3. മന്ദപ്പന്റെ മനസ്സ് വിഷമിക്കാനിടയായ സന്ദർഭങ്ങൾ ഏതെല്ലാമായിരുന്നു? കൂട്ടുകാരുമായി വേട്ടയാടി രസിച്ചു നടന്ന മന്ദപ്പന്റെ ആയുധങ്ങൾ അച്ഛൻ നശിപ്പിച്ചു കളഞ്ഞത് തന്റെ ജീവിതം നശിപ്പിച്ചതിനു തുല്യമായിട്ടാണ് മന്ദപ്പൻ കരുതിയത്. പിന്നീട് കുടകുമലയിലേക്കുള്ള യാത്രയിൽ കൂട്ടുകാർ മന്ദപ്പനെ വഴിയിൽ മയക്കിക്കിടത്തി സൂത്രത്തിൽ ഉപേക്ഷിച്ചു പോയതും അവന്റെ മനസ്സിനെ വേദനിപ്പിച്ചു. ഭാര്യയായ ചെമ്മരത്തിയുടെ സ്നേഹം കുറഞ്ഞതും അവളുടെ കുറ്റപ്പെടുത്തലും ആക്ഷേപവാക്കുകളും അവന്റെ മനസ്സ് വിഷമിപ്പിച്ചു. കുടകുപടയുമായുള്ള ഏറ്റുമുട്ടലിൽ മോതിരവിരൽ അറ്റുപോയതറിഞ്ഞ് വേദനയോടെ ശത്രു സൈന്യത്തിന്റെ നടുവിലേക്ക് പോയി വീരമൃത്യു വരിച്ചതും മന്ദപ്പന്റെ സങ്കടത്തിന്റെ ആഴമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. ചോദ്യം 4. പടയ്ക്ക് പുറപ്പെടാൻ മന്ദപ്പനെ പ്രേരിപ്പിച്ചതെന്ത്? ഉത്തരമാതൃക: ഒരിക്കൽ ചോറ് കഴിക്കാനിരുന്ന മന്ദപ്പന്റെ മുൻപിൽ ചോറും കിണ്ണവും വെച്ച് ചെമ്മരത്തി പണിയും തൊരവും എടുക്കാതെ എത്ര നാളിങ്ങനെ തിന്നാൻ പറ്റുമെന്നും കരിവീട്ടിക്കാതൽ പോലുള്ള ഈ ശരീരം എന്തിനു കൊള്ളാമെന്നും ചോദിച്ച് കുറ്റപ്പെടുത്തി. ഭാര്യയുടെ കുറ്റപ്പെടുത്തലിൽ അവന്റെ മനം നൊന്തു. ഈ സമയത്താണ് പുറത്ത് കുടകുപടയുടെ പടവിളി കേട്ടത്. മന്ദപ്പന്റെ മനസ്സിൽ നാടിനെ രക്ഷിക്കണമെന്ന തോന്നൽ ശക്തിയാർജിച്ചു. നാടിനെയും നാട്ടുകാരെയും കാക്കണം, കന്നും കൃഷിയും കാക്കണം, കുന്നും കാടും കാക്കണം, പുഴയും വഴിയും കാക്കണം. അത് തന്റെ കടമയാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അങ്ങനെ മന്ദപ്പൻ തന്റെ അമ്പും വില്ലും കയ്യിലേന്തി കരുത്തരായ കുടകുപടയെ നേരിട്ടു. ചോദ്യം 5. മന്ദപ്പൻ നല്ലൊരു വില്ലാളി വീരനാണെന്ന് സൂചിപ്പിക്കുന്ന ഏതെല്ലാം സന്ദർഭങ്ങളാണ് കഥയിലുള്ളത്? ഉത്തരം: 12 വയസ്സുവരെ കളിചിരിയും കളരിയുമായി നടന്ന മന്ദപ്പൻ അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായി. ക്രൂരമൃഗങ്ങൾ യഥേഷ്ടം സഞ്ചരിക്കുന്ന വനത്തിൽ തനിച്ചും കൂട്ടുകാരോടൊപ്പവും വേട്ടയാടി രസിച്ചു. അവന്റെ ഈ പ്രവൃത്തിയിൽ കുപിതനായ പിതാവ് അവന്റെ അമ്പും വില്ലും നുറുക്കിക്കളഞ്ഞു. അച്ഛന്റെ പ്രവൃത്തി ആയുധം മാത്രമല്ല, തന്റെ ആയുസ്സും കൂടിയാണ് തകർത്തത് എന്നായിരുന്നു അവന്റെ പ്രതികരണം. അസ്ത്രവിദ്യയോടുള്ള അവന്റെ സ്നേഹമാണ് ഇത് വ്യക്തമാക്കുന്നത്. എള്ളാട്ടി വിറ്റ് കുടകങ്ങാടിയിൽ നിന്ന് വരുമ്പോൾ വെങ്കടയ്യന്റെ കുടകുപട പൊയ്ത്തിനു വരുന്നെന്ന വർത്തമാനം കേട്ടു. പട പൊരുതാൻ നിശ്ചയിച്ച് മന്ദപ്പൻ അങ്ങാടിയിൽ നിന്ന് 5 കെട്ട് കന്നിയമ്പും കണയമ്പും അരക്കൻ വില്ലും വാങ്ങിച്ചത് തന്റെ സാമർഥ്യത്തിലും കഴിവിലുമുള്ള വിശ്വാസം കൊണ്ടാണ്. അവന്റെ കരുത്തിനും കഴിവിനും മുമ്പിൽ ശത്രു സൈന്യം മഴപ്പാറ്റകളെപ്പോലെ കരിഞ്ഞു വീണു. ശേഷിച്ച ശത്രുക്കൾ അവന്റെ ധീരതയിലും അസ്ത്രവിദ്യയിലും അമ്പരന്ന് തിരിഞ്ഞോടി. ഇതിൽ നിന്നെല്ലാം മന്ദപ്പൻ തികഞ്ഞ ഒരു വില്ലാളി വീരനാണെന്ന് തിരിച്ചറിഞ്ഞു. വിശകലനം ചെയ്യാം. അരിയും വിറകും വെച്ച് തിരിഞ്ഞോടി മന്ദപ്പൻ.
കൂട്ടുകാരുടെ കണ്ണുകൾ നിറഞ്ഞു. അവർ സങ്കടത്തോടെ വിളിച്ചു. അവൻ കേട്ടതായി ഭാവിച്ചില്ല. മന്ദപ്പന്റെയും കൂട്ടുകാരുടെയും സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് എന്തെല്ലാം സൂചനകൾ ഇതിൽ അടങ്ങിയിരിക്കുന്നു? ഉത്തരം: പാതി വഴിയിൽ ഉപേക്ഷിച്ചു പോയ കൂട്ടുകാരോട് ഉള്ളിൽ യാതൊരു പരിഭവവും മന്ദപ്പന് തോന്നിയില്ല. അവരോട് അവനുണ്ടായിരുന്ന സ്നേഹവും കരുതലുമാണ് അവർക്ക് വേണ്ടി അരിയും വിറകും സംഘടിപ്പിച്ചു നൽകാൻ അവനെ പ്രേരിപ്പിച്ചത്. സുഹൃത്തുക്കളുടെ പിൻവിളിക്ക് മറുപടി നൽകാതിരുന്നത് തന്നെ കൂട്ടുകാർ ഒറ്റപ്പെടുത്തിയതിലുള്ള സങ്കടം കൊണ്ട് മാത്രമാണ്. അതേസമയം തങ്ങൾ മയക്കി വഴിയിൽ ഉപേക്ഷിച്ച മന്ദപ്പൻ തന്നെ തങ്ങളുടെ വിശപ്പും ദാഹവും അകറ്റാൻ കാരണമായത് സുഹൃത്തുക്കളിൽ കുറ്റബോധം നിറച്ചു. മന്ദപ്പന്റെ നിസ്വാർത്ഥമായ സ്നേഹം തിരിച്ചറിയാൻ അവന്റെ കൂട്ടുകാർക്ക് കഴിഞ്ഞില്ല. ആയുധം പോയതും ആയുസ് പോയതും എനക്ക് ഒരുപോലെയാണ്. ഈ വാക്യത്തിൽ നിന്ന് മന്ദപ്പനെ കുറിച്ചുള്ള എന്തെല്ലാം ധാരണകളാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്? ഉത്തരം: അസ്ത്രവിദ്യയിൽ അഗ്രഗണ്യനായിരുന്ന മന്ദപ്പന് ആയുധം പ്രാണന് തുല്യമായിരുന്നു. തൻ്റെ ആയുധവിദ്യാ പാടവത്തിൽ അവന് വിശ്വാസമുണ്ടായിരുന്നു. അവൻ്റെ ജീവിത ലക്ഷ്യം തന്നെ നല്ലൊരു പടയാളിയായി തീരണം എന്നതായിരുന്നിരിക്കാം. അച്ഛൻ ആയുധം ഒടിച്ചു കളഞ്ഞത് അവനെ സംബന്ധിച്ച് ആയുസ്സു നഷ്ടപ്പെട്ടതിന് തുല്യമായിരുന്നു. കാരണം ആയുധം പോയത് അവൻ്റെ ജീവിതാഭിലാഷം തകർന്നതിന് തുല്യമാണ്. ആ കാലഘട്ടത്തിലെ സാമൂഹിക വ്യവസ്ഥയെക്കുറിച്ച് എന്തെല്ലാം സൂചനകളാണ് ഈ കഥ നൽകുന്നത്? ഉത്തരം: പരമ്പരാഗത തൊഴിൽ ചെയ്തായിരുന്നു ഓരോ കുടുംബവും കഴിഞ്ഞിരുന്നത്. കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ എല്ലാവരും കുലത്തൊഴിൽ ചെയ്തു വന്നു. 12 വയസ്സുവരെ കളരി പോലുള്ള ആയോധന കലകളായിരുന്നു എല്ലാവരും പരിശീലിപ്പിച്ചിരുന്നത്. നാട് ഭരിച്ചിരുന്നത് നാടുവാഴികളാണ്. നാട്ടുരാജ്യങ്ങൾ തമ്മിൽ പരസ്പരം ശത്രുതയും പോരാട്ടങ്ങളും ഉണ്ടായിരുന്നു. കാടുകൾ നിറഞ്ഞതായിരുന്നു ഭൂപ്രദേശം. കാൽനട തന്നെയായിരുന്നു പ്രധാന സഞ്ചാരമാർഗം. അക്കാലത്തെ ഒരു പ്രധാന വിനോദമായിരുന്നു നായാട്ട്. അച്ഛൻ്റെ കോപവും അമ്മയുടെ വാത്സല്യവും മന്ദപ്പന്റെ മനസ്സിൽ എന്തെല്ലാം വികാരങ്ങളും വിചാരങ്ങളും ഉണർത്തിയിട്ടുണ്ടാവും? എഴുതി നോക്കൂ. ഉത്തരം: അമ്പെയ്ത്തും നായാട്ടുമായിരുന്നു മന്ദപ്പന് ഇഷ്ടപ്പെട്ട മേഖല. ആയുധം പോകുന്നത് ആയുസ് പോകുന്നതിന് തുല്യമായിരുന്നു അവന്. ആയോധന കലയിലുള്ള തൻ്റെ മികവ് മനസ്സിലാക്കാൻ അച്ഛന് കഴിഞ്ഞില്ലല്ലോ എന്ന സങ്കടം അവൻ്റെ മനസ്സിലുണ്ടായിട്ടുണ്ടാകും. അച്ഛൻ ഭക്ഷണം കൊടുക്കരുതെന്ന് പറഞ്ഞ് വിലക്കുമ്പോഴും അമ്മ അവന് രഹസ്യമായി പാലും ചോറും നൽകിയിരുന്നു. അച്ഛൻ വഴക്കു പറയുമ്പോഴൊക്കെ അമ്മ തടസ്സം നിന്നു. തന്നെ അത്രമാത്രം സ്നേഹിച്ച അമ്മയെയും വേദനിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് അവൻ ചിന്തിച്ചിരിക്കാം. അമ്മയോട് ഒരു വാക്കുപോലും പറയാതെ വീട് വിട്ടിറങ്ങിയതിൽ അവന് കുറ്റബോധം തോന്നിയിരിക്കാം. വീട്ടിലെ കഷ്ടപ്പാടുകൾ കൊണ്ടായിരിക്കാം അച്ഛൻ വഴക്കു പറഞ്ഞത് എന്ന ചിന്തയും അവനെ അലട്ടിയിട്ടുണ്ടാവാം. മന്ദപ്പൻ വെട്ടേറ്റു വീണെന്നറിഞ്ഞപ്പോൾ ചെമ്മരത്തിയുടെ മനസ്സിലുണ്ടായ വികാരങ്ങൾ എന്തെല്ലാമായിരിക്കും? ഉത്തരം: കുറ്റബോധം, സങ്കടം, സ്നേഹം, മന്ദപ്പന്റെ ധീരതയിലും ആയുധവിദ്യയിലുള്ള പ്രാവീണ്യത്തിലും അഭിമാനം, ആരാധന. ഒന്നിച്ചു ചേർക്കാം. വാത്സല്യം കിനിയുന്ന മുഖം, കാരുണ്യം തുളുമ്പുന്ന കണ്ണുകൾ. ഈ വാക്യങ്ങളെ ഒറ്റ വാക്യമാക്കുക. 2 രീതികളും താരതമ്യം ചെയ്യുക. വാത്സല്യം കിനിയുന്ന മുഖവും കാരുണ്യം തുളുമ്പുന്ന കണ്ണുകളും. അർത്ഥവ്യത്യാസം വരാതെ തന്നെ വാക്യങ്ങൾ ചേർത്തെഴുതുകയും പിരിച്ചെഴുതുകയും ചെയ്യാം. ഓരോ സന്ദർഭത്തിനും മിഴിവേകുന്നത് ഓരോ രീതിയായിരിക്കും. ഈ സന്ദർഭത്തിൽ വാക്യങ്ങൾ പിരിച്ചുപയോഗിക്കുന്നതാണ് അനുയോജ്യം. മാതൃത്വത്തിന്റെ ഭാവങ്ങളായ വാത്സല്യവും കാരുണ്യവും വായനക്കാരുടെ മനസ്സിൽ പതിയുന്നത് 2 വാക്യങ്ങളായി പ്രയോഗിക്കുമ്പോഴാണ്. വാക്കിന്റെ തിളക്കം. കൊന്ന പൂത്ത പോലെ ഒരു പെണ്ണ് എന്ന പ്രയോഗത്തിന്റെ സവിശേഷത കണ്ടെത്തുക. ഇത്തരം പ്രയോഗങ്ങൾ പാഠഭാഗത്ത് നിന്ന് കണ്ടെത്തൂ. ഉത്തരം: വേനൽ ചൂടിലും അടിമുടി പൂത്തു നിൽക്കുന്ന കൊന്ന ആരുടെ മനസ്സിലും ആഹ്ലാദമുണ്ടാക്കും. ഇല്ലായ്മയിലും അതൊന്നും അലട്ടാത്ത ചെമ്മരത്തിയുടെ അഴകും ആകർഷകത്വവും ഈ പ്രയോഗം പ്രതിഫലിപ്പിക്കുന്നു. സുന്ദരിയായ യുവതിയാണ് ചെമ്മരത്തി എന്ന് സൂചിപ്പിക്കാൻ അനുയോജ്യമാണ് ഈ പ്രയോഗം. കൂടുതൽ പ്രയോഗങ്ങൾ: മഴപ്പാറ്റകൾ പോലെ ശത്രു സൈന്യം കരിഞ്ഞു വീണു, മനസ്സിലെ സൂര്യൻ മങ്ങി, ആകാശം അഗ്നിവർണ്ണമായി, കണ്ണുകൾ തീജ്വാലയായി, ഈറ്റപ്പുലിയെപ്പോലെ ചാടി വീണു. പറയാതെ പറഞ്ഞത്.
ദൂരെ കുടകുമലക്കാട്ടിലെ പൂമരങ്ങൾ പലവട്ടം പൂത്തു തളിർത്തു. മാനം പലവട്ടം കരഞ്ഞു, ചിരിച്ചു. എന്തു പറയാനാണ് ഐതിഹ്യ കഥയിൽ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചത്? രചനകളിലെ ഇത്തരം പ്രത്യേകതകളെക്കുറിച്ച് ചർച്ച ചെയ്യൂ. ചർച്ചയിൽ താഴെ നൽകിയിരിക്കുന്ന ആശയങ്ങൾ കൂടി ഉപയോഗിക്കൂ. ഉത്തരം: കാലങ്ങൾ കടന്നു പോയത് സൂചിപ്പിക്കാനാണ് ഐതിഹ്യ കഥയിൽ ഈ വാക്യങ്ങൾ ഉപയോഗിച്ചത്. സിനിമകളിലും മറ്റും ഒരു ഗാനരംഗത്തിലൂടെ വർഷങ്ങൾ പലത് പിന്നിടുന്നത് സൂചിപ്പിക്കാറുണ്ട്. ആളുകൾ പറഞ്ഞ് പ്രചരിപ്പിച്ച ഐതിഹ്യ കഥകളിൽ ഭാവനയുടെ അംശം കൂടുതലായിരിക്കും. ഇത്തരം വരികൾ വായനക്കാരിലും ഭാവന ഉണർത്തുന്നു. ഇത്തരം വാക്യങ്ങൾ പ്രയോഗിക്കുമ്പോൾ ഭാഷയുടെ സൗന്ദര്യം വർദ്ധിക്കുന്നു. താളത്തിൽ വായിക്കാം. നാടിനെയും നാട്ടാരെയും കാക്കണം, കന്നും കൃഷിയും കാക്കണം, കുന്നും കാടും കാക്കണം, പുഴയും വഴിയും കാക്കണം. ഈ ഭാഗം താളത്തിൽ വായിക്കൂ. ഇങ്ങനെ താളത്തിൽ വായിക്കാവുന്ന മറ്റു ഭാഗങ്ങൾ പാഠത്തിൽ നിന്നും കണ്ടെത്തൂ. വായിക്കൂ. മറ്റു ഭാഗങ്ങൾ: മലകൾ കയറി കാടു താണ്ടി കുടകിലേക്ക്. അവന്റെ കണ്ണുകൾ തീജ്വാലയായി, അവന്റെ ശ്വാസം കൊടുങ്കാറ്റായി, ഉടൽ ഇടിമിന്നലായി, വിയർപ്പ് കടലായി. ഇതെന്തൊരു ധീരൻ, ഇതെന്തൊരു യോദ്ധാവ്, ഇതെന്തൊരു പൊയ്ത്ത്. കലയും കഥയും. മന്തപ്പൻ കതുവനൂർ വീരൻ തെയ്യമായി പരിണമിച്ചതെങ്ങനെ? ഈ തെയ്യത്തെ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക. കുടകുപടയുമായി ഏറ്റുമുട്ടിയ മന്തപ്പൻ ശത്രു സൈന്യത്തെ പരാജയപ്പെടുത്തി. എന്നാൽ ഒടുവിൽ മന്തപ്പൻ ശത്രുക്കളുടെ വെട്ടേറ്റു വീണു. മന്തപ്പന്റെ മരണവാർത്തയറിഞ്ഞ് അമ്മാവനും അമ്മായിയും മകൻ അണ്ണുക്കനും എത്തി. അവർ മന്തപ്പന്റെ ശരീരഭാഗങ്ങളെല്ലാം ശേഖരിച്ച് ചിതയൊരുക്കി. എവിടെ നിന്നോ പാഞ്ഞെത്തിയ ചെമ്മരത്തി ആ ചിതയിൽ ചാടി മരിച്ചു. ശവസംസ്കാരം കഴിഞ്ഞ് മടങ്ങവേ മന്തപ്പനെയും ചെമ്മരത്തിയെയും അണ്ണുക്കൻ കണ്ടു. കതുവനൂർ എത്തിയപ്പോഴേക്കും മായക്കാഴ്ചകൾ തുടർന്നു. അണ്ണുക്കന് വെളിപാടുണ്ടായി. മന്തപ്പന്റെ കോലം കെട്ടിയാടിക്കാമെന്ന് അണ്ണുക്കൻ ഉറഞ്ഞു തുള്ളി പറഞ്ഞു. അങ്ങനെ അമ്മാവന്റെ സാന്നിധ്യത്തിൽ മന്തപ്പന്റെ തെയ്യം കെട്ടിയാടി. ചുഴലി ഭഗവതിയുടെ അനുഗ്രഹം കൊണ്ടാണ് ചക്കിയമ്മയ്ക്ക് പുത്രനായി മന്തപ്പൻ ജനിച്ചത്. ഭൂമിയിലെ അസുരപടയെ നശിപ്പിക്കാൻ ഒരു ഗന്ധർവൻ മനുഷ്യാവതാരം എടുത്തതാണെന്ന വിശ്വാസവും ഉണ്ട്. പിതാവ് വില്ലൊടിച്ചു കളഞ്ഞതോടെ മന്തപ്പൻ വീട് വിട്ടിറങ്ങി. കുടകുമലയിൽ കച്ചവടത്തിനു പോകുന്ന ചെങ്ങാതിമാരോടൊപ്പം പോകാൻ അവൻ ആഗ്രഹിച്ചു. പിതാവിന്റെ സമ്മതമില്ലാതെ അവനെ കൂടെ കൂട്ടുവാൻ കൂട്ടുകാർ തയ്യാറായില്ല. ചെങ്ങാതിമാർ മദ്യം കൊടുത്ത് അവനെ ചതിച്ചു. അവർ മന്തപ്പനെ കൂട്ടാതെ വണ്ടി തെളിച്ച് യാത്രയായി. മയക്കത്തിൽ നിന്നും ഉണർന്ന മന്തപ്പന് ചതി മനസ്സിലായി. വണ്ടി പോയ വഴി നോക്കി അവൻ യാത്ര തുടർന്നു. വണ്ണാന്മാരാണ് കതുവനൂർ വീരനെ കെട്ടിയാടുന്നത്. തീയരാണ് ഈ ദൈവത്തെ കൂടുതലായി ആരാധിച്ചു പോരുന്നത്. മന്തപ്പൻ തീയ സമുദായത്തിൽ ജനിച്ചവനാണ്. നിങ്ങളുടെ നാട്ടിലുള്ള കലാരൂപങ്ങൾ ഏതെല്ലാമാണ്? അവയുടെ പിന്നിലുള്ള ഐതിഹ്യം എന്താണെന്ന് കണ്ടെത്തൂ.